സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പഴം കൊണ്ടൊരു റെസിപ്പിയാണ്. സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണിത്. നേന്ത്രപ്പഴം കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഇതുണ്ടാക്കാൻ തുടങ്ങിയാലോ? ഇതിന് ആദ്യം 2 നേന്ത്രപ്പഴം തോല് കളഞ്ഞ് ചെറുതായി മുറിച്ചെടുക്കുക. നിങ്ങൾക്കിത് കൂടുതൽ അളവിലാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ അതിനനുസരിച്ച് എല്ലാ അളവുകളും കൂട്ടുക. പഴുക്കാത്തതോ കൂടുതൽ പഴുത്തതോ ആയ പഴം ഇതിനുപയോഗിക്കരുത്. പാകത്തിന് പഴുത്ത പഴമാണ് ഇതിന് വേണ്ടത്. ഇനി ഗ്യാസ് കത്തിച്ച് ഒരു പാത്രം വയ്ക്കുക. പാത്രത്തിലേക്ക് 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ച നേന്ത്രപ്പഴം ചേർക്കുക. 10 മിനിറ്റ് എടുക്കും ഈ പഴം വെന്ത് വരുവാൻ. ഈ സമയം നമ്മൾക്ക് ഒരു ബൗളിലേക്ക് 1/4 കപ്പ് അരിമാവ് ഇട്ട് കൊടുക്കാം. അരിമാവിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് മാവോ മൈദ മാവോ ഇതുപോലെ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കുക. പഞ്ചസാര നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി കട്ടയില്ലാതെ കലക്കി വയ്ക്കുക. നിങ്ങൾക്കിത് പാലിന് പകരം തേങ്ങാപ്പാലും പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉപയോഗിച്ചും ഇതുപോലെ ഉണ്ടാക്കാം. കുറച്ചുകൂടി ലൂസാക്കാൻ 1/4 കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ആകെ 1/2 ലിറ്റർ പാലാണ് ഇതിന് വേണ്ടത്. ഇത് കട്ടയില്ലാതെ കലക്കി നമ്മൾക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ പഴം 10 മിനിറ്റ് കൊണ്ട് നല്ലപോലെ വെന്ത് 1/4 ഭാഗം വെള്ളവും വറ്റിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമ്മൾക്ക് കലക്കി വെച്ച അരിമാവ് പഞ്ചസാര പാൽ മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് സിമ്മിൽ വയ്ക്കുക. ഇനി ഇതിലേക്ക് 2 സ്പൂൺ നെയ്യ് ചേർക്കുക. ഇനി 2 ഏലയ്ക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഏലയ്ക്ക പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടാനാണ് 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിക്കുന്നത്. ഇത് കുറുകി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് വാങ്ങി ഒരു ബൗളിലേക്ക് ഒഴിക്കാം. കൂടുതൽ കുറുകിയിട്ടാണ് ഇതുള്ളതെങ്കിൽ കുറച്ച് കാച്ചിയ പാൽ ചേർത്ത് ലൂസാക്കാവുന്നതാണ്. കുറച്ച് കുറുകിയ പരുവത്തിലാണ് നമ്മളിതുണ്ടാക്കിയത്. പായസത്തിന് പകരം പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. ഇനി ഇത് അലങ്കരിക്കാൻ തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തതോ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും നെയ്യിൽ വറുത്തതോ യൂസ് ചെയ്യാം. ഇനി ഇതൊന്നും ചേർക്കാതെ തന്നെ നല്ല സ്വാദാണ്. ചൂടോടെയും തണുപ്പിച്ചും ഇത് കഴിക്കാവുന്നതാണ്. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്വാദേറിയ വിഭവമാണിത്. എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.